CTP സെൻകുമാർ. ഈ കോയമ്പത്തൂർ കാർ ബോംബ് സ്ഫോടന കേസിൽ അറസ്റ്റായ 4 പ്രതികളും IS-മായി ബന്ധമുള്ളവരെന്നാണ് NIA കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ നോക്കിക്കാണുന്നു താങ്കൾ? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കേരളം പോലെ വളരെ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ ഉയർന്നു നിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്നാണ് പലപ്പോഴും ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങളിലേക്ക് യുവാക്കളും മറ്റും ആകർഷിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിന് അവരുടെ പ്രാരംഭ ശിക്ഷണം എന്തെല്ലാമാണ് അവർക്ക് കിട്ടുന്നത്, ഏതു വിധത്തിലാണ് അവരെ പഠിപ്പിച്ച് ഈ ബ്രെയിൻ വാഷ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. കാരണം ഈ ഇങ്ങനെയുള്ള ഒരു സാമൂഹിക സാമ്പത്തിക അന്തരീക്ഷത്തിൽ നിന്ന് ഇത്രയും വയലന്റ് ആയിട്ടുള്ള ക്രൈമുകളിലേക്ക് പോകുന്നതിനായിട്ട് അവർ തയ്യാറായി വരുന്നു എന്നുള്ളത് ഈ സമൂഹം എപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതും അവരെ അതിൽ നിന്ന് പിന്മാറ്റാനായിട്ട്, അവരെ ഇതിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാനും കൂടുതൽ എല്ലാവരും, പ്രത്യേകിച്ച് ആ കമ്മ്യൂണിറ്റി തന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എന്നുള്ളത് ഊന്നി പറയുകയാണ്. കാരണം അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. കാരണം നോക്കിയാലറിയാം, ഏറ്റവും അധികം പേര് ഇതിലേക്ക് വരുന്നത് ഈ ഭാഗത്തു നിന്നാണ് എന്നുള്ളത് ശരിക്കും ഭീകരമായ ഒരു യാഥാർത്ഥ്യമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ CTP സെൻകുമാർ, ഈ NIA കണ്ടെത്തിയിരിക്കുന്നതിൽ പ്രധാനപ്പെട്ട വസ്തുത, ഇവർ മതപഠന കേന്ദ്രങ്ങളെ IS റിക്രൂട്ടിങ്ങിനായി കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തി എന്നതാണ്. അതായത് ആരാധനാലയങ്ങളെയും മതസംഘടനകളെയും ഈ പഠന കേന്ദ്രങ്ങളെയും ഇത്തരത്തിലുള്ള ശക്തികൾ ദുരുപയോഗപ്പെടുത്തുന്നതിനെതിരെ കൃത്യമായ നിരീക്ഷണം, നടപടികൾ അനിവാര്യമാണല്ലേ? തീർച്ചയായിട്ടും. കാരണം അവിടെ നിന്നാണ് ആ പഠന കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇത്തരം കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്നത്. അവിടെ വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളുടെ ബ്രെയിനിൽ ഇത് അടിച്ചേൽപ്പിച്ച് ഇത്തരം ഒരു സ്വഭാവത്തിലേക്ക്, മറ്റൊന്നും അറിയാത്ത വിധത്തിൽ ഇത് മാത്രം പഠിച്ചെടുത്ത് എന്തു ചെയ്താലും അത് എല്ലാം ഞങ്ങളെ സ്വർഗത്തിലെത്തിക്കാനുള്ള കാര്യങ്ങളാണ് എന്നത് മാത്രം മനസ്സിലാക്കുന്ന ഒരു കുഞ്ഞിന് മരിച്ചുപോയാൽ, അത് വലുതായി വരുമ്പോൾ മരിച്ചുപോയാൽ എന്താണ്, സുഖമായിട്ടുള്ള സ്വർഗം കിട്ടും, അങ്ങനെയാണെങ്കിൽ അതിനുവേണ്ടി മരിക്കുന്നതിൽ എന്താ കുഴപ്പം? ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സംവിധാനം ഇവിടെ നിലനിൽപ്പുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതൊന്നും നിഷേധിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പൊ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് അതില്ലാതാക്കാനുള്ള നടപടികളാണ് ആ സമൂഹം സ്വീകരിക്കേണ്ടത്.